അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കണത് ഭൂമി ചായ കൊടുക്കാൻ വേണ്ടി നമ്മുടെ അജയുടെ റൂമിലേക്ക് കയറാണ്. അജയ് തിരിഞ്ഞു നോക്കുമ്പോഴേക്കും ഭൂമിയെ കാണാം. അയ്യോ എന്ന് പറയുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ ഭൂമി ഞെട്ടി വിറച്ച കയ്യിലെ ചായ തെറിച്ച് നിലത്തേക്ക് വീണ് തെറിച്ച് അത് അജയുടെ ദേഹത്തേക്ക് വീഴാണ്. അപ്പോഴേക്കും ഭൂമി അയ്യോ സോറി സാർ സോറി നീ എന്നീ കാണിച്ചതെന്ന് ചോദിക്കുമ്പോഴേക്കും സാർ സോറി സാർ അറിയാതെ സംഭവിച്ച സാർ ഞാൻ എനിക്ക് തുടച്ചു തരാം സാർ ഇറങ്ങിപ്പോ എന്ന് പറയാണ്. അപ്പോഴേക്കും ഭൂമി അവിടെ നിന്ന് ഇറങ്ങി പോവാട്ടോ. അപ്പൊ അവിടുത്തെ കോൺസ്റ്റബിൾമാര് ചോദിക്കണ്ടേ എന്താ എലിയെ പുലിയാക്കിയോ സാറേ കുത്തല്ലേ എന്ന് പറഞ്ഞിട്ട് ഭൂമി അവിടെ നിന്ന് ഓടിപ്പോകാട്ടോ. അതിനുശേഷം കാണിക്കണം നമ്മുടെ മുത്തശ്ശിനെയാണ്. മുത്തശ്ശി നമ്മുടെ സംഗീതത്തെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. സംഗീതത്തെ പറയണ്ട ഭവാനി അവൾക്ക് ആകെ വിഷമമാണ്. അവളുടെ ഭർത്താവ് മരിച്ചേ പിന്നെ അവൾ ആകെ വല്ലാത്തൊരു അവസ്ഥയിലാണ്. അവളുടെ വിഷമത്തിന് ഒരു അറുതി വരുത്തണം എന്ന് പറയാണ്. അല്ല അമ്മ എന്താ തീരുമാനിച്ചിരിക്കുന്നത്? വേറൊന്നുമല്ല, നമ്മുടെ അജയനെ കൊണ്ട് അഞ്ജലിനെ വിവാഹം കഴിപ്പിച്ചാലോ എന്ന് ആലോചിക്കുകയാണ്. അത് നല്ലൊരു ആശയമാണ് അമ്മേ എന്ന് പറയുമ്പോ അല്ല അജയനോട് ചോദിക്കണ്ടേ, അവൻ അനുസരിക്കുമല്ലോ, അത് ഉറപ്പാണല്ലോ. കാരണം ഇവിടെ അനുസരണശീലം ആർക്കാ ഇല്ലാത്തത്? അജയ്ക്ക് ഒരു താല്പര്യക്കുറവും ഉണ്ടാവില്ല. കാരണം ചെറുപ്പത്തിലേ പറഞ്ഞു വെച്ചാണല്ലോ അവന് 2 മുറപ്പെണ്ണുങ്ങൾ ഉണ്ടായിരുന്നു. അതിലാരെങ്കിലും ഒരാളെ വിവാഹം കഴിക്കണോന്ന് എന്നൊക്കെ പറയാണ്. മാത്രമല്ല ഇനിയിപ്പൊ അഞ്ജനക്ക് സ്വത്തുക്കളൊന്നും ഇല്ലാത്തതിന്റെ പേരിലാണെങ്കിൽ എന്റെ പേരിലുള്ള എല്ലാ സ്വത്തുക്കളും ഞാൻ അഞ്ജനയുടെ പേരിൽ എഴുതാം എന്ന് മുത്തശ്ശി പറയുമ്പോ നമ്മുടെ സംഗീത പറയയോ സ്വത്തുക്കളുടെ കാര്യമൊക്കെ അവിടെ ഇരിക്കട്ടെ മേ, അജയ്ക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വിവാഹം നടത്താം എന്ന് സംഗീതയും പറയണം. ആ സമയത്താണ് അവിടേക്ക് നമ്മുടെ സത്യൻ വരുന്നത് കേട്ടോ. സത്യം വരുമ്പോ തന്നെ മുത്തശ്ശി ഇതാരും സത്യനോ വന്നിരിക്കേ എന്ന് പറയാണ്. ഞാൻ നമ്മുടെ അജയനെ കണ്ടിരുന്നു. ആണോ? അപ്പോഴേക്കും സംഗീത പറയുന്നുണ്ട് അതെ വല്യമാമനെ പോലെ വലിയൊരു പോലീസുകാരനാവണമെന്ന് അവന്റെ ആഗ്രഹം എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയണ്ട അതെ മുമ്പത്തെ വല്യമാമൻ ഇപ്പത്തെ വല്യമാമനല്ല. പറഞ്ഞതിന്റെ അർത്ഥം നിനക്ക് മനസ്സിലായോ? നിനക്കിപ്പോ മദ്യമില്ലാതെ ഒരു ദിവസം പോലും തള്ളി നിൽക്കാൻ പറ്റുന്നില്ല അല്ലേ സത്യ എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോ അത് പിന്നെ അമ്മേ മുമ്പ് പോലീസ് സർവീസിൽ ഇരുന്ന സമയത്ത് സത്യത്തിനും അതുപോലെ നീതിക്കും വേണ്ടി നിലകൊണ്ടതന്നെ മദ്യപാനവും ലഹരി മരുന്നുകളൊക്കെ ഉപയോഗിക്കുന്നവരെ സ്പോട്ടിൽ പിടിച്ച് ഉപദേശിച്ച് ജയിലിലാക്കേണ്ടവരെ ജയിലിലാക്കുമായിരുന്നു. അങ്ങനെ ജീവിച്ചിരുന്ന ഞാനിപ്പോ മദ്യത്തിന് അടിമയായപ്പോ ഇതിനൊക്കെ ആരാണമ്മേ കാരണം? എന്നെ മാത്രം ആലോചിച്ച് ജീവിക്കുന്ന ഒരു ഭാര്യ, സ്നേഹം മാത്രമുള്ള ഒരു ഭാര്യ, അച്ചാന്ന് വിളിച്ച് ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിക്കുന്ന എന്റെ മോൾ, അവരൊക്കെ എവിടെയമ്മേ? എല്ലാം നഷ്ടപ്പെട്ടില്ല എനിക്ക് എന്ന് സത്യം പറയുമ്പോഴേക്കും അവിടേക്ക് നമ്മുടെ ഭവാനി വരുവാട്ടോ. നഷ്ടപ്പെട്ടതിന്റെ കണക്ക് മാത്രമല്ല നഷ്ടപ്പെടുത്തിയതിന്റെ കണക്കൂടി പറയേണ്ടി വരും. ഇവിടത്തെ ഫാർമസി ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ ആരാ നിർത്തലാക്കിയത്? പറ ആരാ എല്ലാം കൊളവാക്കിയത്? എന്റെ ഭർത്താവ് ഇപ്പൊ എവിടെ? എന്റെ ഭർത്താവിന് എനിക്ക് നഷ്ടപ്പെട്ടു, എന്റെ മോൾക്ക് അച്ഛനെ നഷ്ടപ്പെട്ടു. അതിന്റെ കണക്കൂടി പറയേണ്ടി വരും. പറയുമ്പോ എന്താ 10-22 വർഷമായില്ലേ, എല്ലാം മറന്നുകൂടെ എന്നായിരിക്കും എല്ലാരും ചോദിക്കണത്. അങ്ങനെ എനിക്ക് മറക്കാൻ പറ്റില്ല. 22 വർഷം അത് കഴിഞ്ഞ് തള്ളി നീക്കിയത് എങ്ങനെയാന്ന് എനിക്ക് മാത്രമേ അറിയുള്ളൂ. ഒരു വിധവയുടെ വേദന, എന്റെ ഭർത്താവിന് നഷ്ടപ്പെടൽ, എന്റെ മോൾക്ക് ചെറുപ്പത്തിന് അച്ഛനും നഷ്ടപ്പെട്ടു, ഒന്നും ഈ ഭവാനി മറക്കില്ല എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് കയറി പോവാണ് ഭവാനി. ഇത് കാണുമ്പോ സത്യൻ അമ്മ എടുത്ത് പറയണ്ട അമ്മേ ഇപ്പോഴും അവള് എന്നെ കുറിച്ച് ഇപ്പോഴും ആ രീതിയിൽ അമ്മ ചിന്തിക്കണത്. ആരും എന്നെ മനസ്സിലാക്കുന്നില്ല. എന്റെ അനിയനെ ഞാൻ കൊല്ലുമേ, എന്നെ കൊല്ലാൻ വേണ്ടി ഞാൻ കൂട്ടു നിൽക്കോമേ എന്ന് പറയുമ്പോ എടാ അതൊക്കെ പറയുകയാണെങ്കിൽ ഭവാനിക്ക് ഒരുപാട് വിഷമങ്ങൾ ഉണ്ടടാ. ഭവാനിയുടെ വിഷമങ്ങൾക്ക് ഒരു അറുതി വരുത്താൻ വേണ്ടി ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. എന്താ അമ്മേ ആ തീരുമാനം എന്ന് സത്യം ചോദിക്കുമ്പോ അത് വേറൊന്നുമല്ല, നമ്മുടെ അഞ്ജനയുടെയും അജയന്റെയും വിവാഹം. അതിന് അജയ് സമ്മതിച്ചോ എന്ന് സത്യം ചോദിക്കുമ്പോഴേക്കും മുത്തശ്ശി പറയണ്ട് അജയനെ സംബന്ധിച്ച് എന്താ കുഴപ്പം? അവന്റെ മുറപ്പെണ്ണുകളിൽ ഏതെങ്കിലും ഒരെണ്ണത്തിന് വലുതാകുമ്പോ വിവാഹം കഴിക്കണമെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചാണല്ലോ. നമ്മുടെ അഭിരാമി മോളെ കുറിച്ച് ഒരു വിവരവും ഇല്ല. പിന്നുള്ളത് അഞ്ജനയാണ്. അതുകൊണ്ട് അഞ്ജന അവൻ വിവാഹം കഴിക്കട്ടെ എന്ന് മുത്തശ്ശി പറയണം. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഭൂമിനെയാണ് കേട്ടോ. ഭൂമി രാത്രി ആകുമ്പോഴേക്കും അമ്മ വാതിൽ കുറ്റിയിടാൻ പോകുമ്പോഴേക്കും അയ്യോ അമ്മ വാതിൽ കുറ്റിയിടല്ലേ, ഞാനും കൂടി നിങ്ങളുടെ കൂടെ കിടക്കണത് എന്ന് പറഞ്ഞിട്ട് ഭൂമി ഓടി വരുവാണ്. ആന പോലെ വളർന്നു എന്ന് പറയുമ്പോഴേക്കും ഭൂമി പറയണ്ട അയ്യോ അത് അങ്ങനെയല്ലല്ലോ, പോത്ത് പോലെ വളർന്നു അങ്ങനെയല്ലേ, ഇപ്പൊ അത് ആനയായോ എന്ന് ചോദിക്കുകയാണ്. എനിക്ക് ഇന്ന് നിങ്ങൾ രണ്ടുപേരെയും കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങണം എന്ന് പറയാണ്. അപ്പൊ അമ്മ പറയണ്ട് പോട്ടെ ആ ഡയലോഗ് പറ എന്ന് ഭൂമി പറയുമ്പോഴേക്കും കെട്ടിക്കാനായി എന്ന്. അതെ അമ്മമാരുടെ സ്ഥിരം ഡയലോഗാണല്ലോ, പോത്ത് പോലെ വളർന്നോ കെട്ടിക്കാനായി. എന്നെ കെട്ടിച്ചോ, എനിക്കൊരു കുഴപ്പമില്ല. പക്ഷെ ഒരു കാര്യം, എന്നെ കെട്ടുന്ന ആളുണ്ടല്ലോ ഇവിടെ ഈ വീട്ടിൽ വന്ന് നിൽക്കണം, അല്ലാതെ അയാളുടെ വീട്ടിൽ പോയെന്ന് ഞാൻ നിൽക്കില്ല. അതെ ഇന്ത്യൻ ഭരണഘടനയെ പറഞ്ഞിട്ടുണ്ടോ കല്യാണം കഴിയുമ്പോൾ പെണ്ണുങ്ങൾ ആണുങ്ങളെ വീട്ടിൽ പോയി നിൽക്കണമെന്നോ? ഒരിക്കലും ഇല്ല.
എന്നെ വിവാഹം കഴിച്ച് ഈ വീട്ടിൽ നിൽക്കാൻ പറ്റുന്ന പയ്യൻ ആരാണോ അയാളെ മാത്രമേ ഞാൻ വിവാഹം കഴിക്കുള്ളൂ എന്ന് പറയണം. അതിനുശേഷം വാ കിടക്ക് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഭൂമി പെട്ടെന്ന് കിടക്കാൻ അയ്യോ കാലിനൊരു വേദന. അപ്പോഴേക്ക് അച്ഛൻ വേഗം എഴുന്നേക്കാണ്. എന്ത് പറ്റി മോളെ, എന്താ കാലിനൊരു വേദന? അറിയില്ല അച്ഛാ, രാവിലെ മുതൽ കാലിനൊരു വേദന എന്ന് പറയാണ്. മോള് കിടന്നോ, ഞാൻ കാലിലെ ഈ കുഴമ്പ് തേച്ചുതരാം എന്ന് അച്ഛൻ പറഞ്ഞിട്ട് കുഴമ്പൊക്കെ തേച്ചു കൊടുക്കാട്ടോ. ഭൂമി പറയണ്ട് അച്ഛ ആ പഴയ കഥ പറഞ്ഞു തരോ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ കുഴമ്പ് തേച്ചുകൊണ്ട് നമ്മുടെ അച്യുതൻ പഴയ കഥ പറഞ്ഞു കൊടുക്കുകയാണ്. എനിക്ക് നാടകങ്ങൾ ഭയങ്കര ഇഷ്ടമായിരുന്നു. നാടകങ്ങൾ വെച്ചാൽ എനിക്ക് ജീവനായിരുന്നു. എവിടെ നാടകം ഉണ്ടെന്നുണ്ടെങ്കിലും ഞാൻ ആ നാടകം കാണാൻ വേണ്ടി പോകും. അങ്ങനെ ഒരു നാടകം കാണാൻ പോയപ്പോഴാണ് നിന്റെ അമ്മയെ ഞാൻ പരിചയപ്പെട്ടത്. അന്ന് ശിലാവതി എന്ന് പറഞ്ഞ നാടകത്തിലായിരുന്നു നിന്റെ അമ്മ അഭിനയിക്കേണ്ടായിരുന്നത്. ആ നല്ല നല്ല പെർഫോമൻസ് ആയിരുന്നു അംബികയുടെ, ഒരിക്കലും മറക്കാൻ പറ്റാത്ത പെർഫോമൻസ്. നിന്റെ അമ്മയുടെ പെർഫോമൻസ് കണ്ടിട്ടാണ് ഞാൻ വീണത് എന്നൊക്കെ പറയാട്ടോ അച്യുതൻ. അങ്ങനെ പറഞ്ഞു തീർക്കുമ്പോഴേക്കും നമ്മുടെ അമ്മയും മോള് നല്ല ഉറക്കമായി കേട്ടോ. പെട്ടെന്ന് അച്യുതൻ പഴയ കാര്യം ഓർമ്മ വരാണ്. മുമ്പ് അച്യുതൻ ടാക്സി ഓടിക്കുന്ന പരിപാടിയായിരുന്നല്ലോ. അങ്ങനെ ടാക്സി ഓടിച്ചു പോകുന്ന സമയത്ത് ഒരു കുട്ടിയുടെ ദേഹത്തേക്ക് വണ്ടി ഇടിക്കുന്നുണ്ട്. ആ കുട്ടി നിലത്തേക്ക് വീണ അയ്യോ അമ്മേന്ന് പറഞ്ഞ് കരയാണ്. കുഞ്ഞു കുട്ടി, ഒരു 3 വയസ്സൊക്കെ ഉണ്ടാവുള്ളൂ. കരയുമ്പോഴേക്കും അച്യുതൻ വേഗം ആ കുഞ്ഞിന്റെ അടുത്തേക്ക് ഇങ്ങനെ ഓടിപ്പോവാട്ടോ. ആ കുഞ്ഞിന്റെ കഴുത്തിലൊരു ലോക്കറ്റ് ഉണ്ട്, നമ്മുടെ ഭൂമിയുടെ കഴുത്തിലുള്ള അതേ ലോക്കറ്റ്. ആ ഒരു ഭാഗം അച്യുതൻ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. അപ്പൊ ഒരു കാര്യം ഉറപ്പാണ്, നമ്മുടെ ഭൂമിനെയാണ് അന്ന് കിട്ടിയത്. അതിനുശേഷം രാവിലെ ആവുമ്പോഴേക്കും നമ്മുടെ ഭൂമി എഴുന്നേൽക്കുമ്പോൾ അച്യുതൻ അപ്പോഴും കാല് തിരുമ്മിക്കൊണ്ടിരിക്കാട്ടോ. അച്ഛൻ ഉറങ്ങിയില്ലേ എന്ന് ഭൂമി ചോദിക്കുമ്പോൾ ഉറങ്ങി മോളെ, ഉറങ്ങിയതേ ഇപ്പൊ എഴുന്നേറ്റേ ഉള്ളൂ. അച്ഛ നുണ പറയല്ലേ, അച്ഛൻ ഇന്നലെ ഉറങ്ങിയില്ല അല്ലേ? അച്ഛ ഈ സ്നേഹത്തിന് ഞാൻ എന്താ അച്ഛ തിരിച്ചു തരാം? എന്റെ മോളെ, എനിക്ക് നീയില്ലേ, നിന്നെക്കാളും വലിയ ഏത് സമ്മാനവും എനിക്ക് തരാനുള്ളതെന്ന് പറയുമ്പോഴേക്കും ഭൂമി നമ്മുടെ അച്യുതനെ കെട്ടിപ്പിടിക്കുകയാണ്. ശേഷം ഭൂമി പറയണ്ട അച്ഛ ഇന്ന് നടക്കാനായിട്ട് അച്ഛൻ വരണ്ട, അച്ഛൻ ഇന്നലെ ഉറങ്ങിയിട്ടില്ലല്ലോ. അത് പറ്റില്ല, നിന്നെ ഒറ്റയ്ക്ക് ഞാൻ വിടില്ല, നമുക്കേ പോവാം, നടക്കാനായിട്ട് പോകാം, ഞാൻ എന്നും ഫ്രഷ് ആയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അച്യുതൻ ബാത്റൂമിലേക്ക് പോവാണ്. ബാത്റൂമിലേക്ക് പോയിട്ട് മുഖം കഴിയുമ്പോഴേക്കും അച്യുതന്റെ കയ്യിൽ കുറച്ച് ബ്ലഡ് ആവാട്ടോ. അച്യുതൻ മൂക്കിലേക്ക് തൊടുമ്പോൾ മൂക്കിൽ നിന്ന് ബ്ലഡ് വരുന്നുണ്ട്. മൂക്ക് ശരിക്കും ചീറ്റുമ്പോഴേക്കും മൂക്കിൽ നിന്ന് ബ്ലഡിന്റെ വലിയൊരു, അതായത് ബ്ലഡിന്റെ ഭയങ്കരമായിട്ടുള്ള കട്ട ഇങ്ങനെ വരുവാട്ടോ. അച്യുതനെ ചെറിയ ഷോക്ക് പോലെ ആവാണ്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മുത്തശ്ശിനെയാണ്. മുത്തശ്ശി പൂജാ റൂമിൽ വിളക്ക് വെക്കുന്ന സമയത്ത് നമ്മുടെ സംഗീതത്തെ പറയണ്ടേ, എന്തായാലും അജയിനോട് പറയണം, നമ്മുടെ അഞ്ജനയുടെ കാര്യം പറയണം. എൻ്റെ മക്കളെല്ലാം അനുസരണശീലമുള്ളവരാണ്, എൻ്റെ കൊച്ചുമക്കളും അതെ. മക്കളിൽ ഏറ്റവും എന്നെ ഇഷ്ടം ഇവനെ ആയിരുന്നു, സാഗറിനെയായിരുന്നു. അമ്മേന്ന് വിളിച്ച് എപ്പോഴും ഒന്ന് കെട്ടിപ്പിടിക്കും. പക്ഷെ അവൻ എന്നോട് പറയാതെ യാത്രയായി പോയില്ലേ മോളെ, അതൊന്നും സഹിക്കാൻ പറ്റുന്നില്ല എനിക്ക് എന്ന് പറയുമ്പോഴേക്കും ഭവാനി അവിടേക്ക് വരുവാണ്. ആ ഭവാനി മോളെ നീ ഇങ്ങോട്ട് വാ, ദേ ഈ വിളക്ക് വെച്ച് നിന്നോടൊരു സന്തോഷ വാർത്ത പറയാനുണ്ട്. എന്താ അമ്മേ, നീ ആദ്യം വിളക്ക് വെക്ക് എന്ന് പറയാണ്. ഭവാനി വിളക്ക് വെക്കുന്നുണ്ട്. മുത്തശ്ശി പറയണ്ട, നിന്റെ സങ്കടം കണ്ടിട്ട് ഞാനൊരു തീരുമാനം എടുത്ത്. എന്താ അമ്മേ? അത് നമ്മുടെ അജയിനെ അഞ്ജനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ. സത്യമാണ് അമ്മ പറയണത്? സത്യം, അല്ലെങ്കിൽ എന്താ കുഴപ്പം എന്ന് ചോദിക്കുമ്പോ, അല്ല അജയ് സമ്മതിച്ചോ? അവൻ സമ്മതിക്കുമല്ലോ, അവന്റെ മുറപ്പെണ്ണല്ലേ അഞ്ജന. അല്ല അഞ്ജനയ്ക്ക് എന്തെങ്കിലും ഇഷ്ടക്കുറവ് ഉണ്ടാവുമെന്ന് മുത്തശ്ശി ചോദിക്കുമ്പോ ഭവാനി പറഞ്ഞ എന്ത് ഇഷ്ടക്കുറവ്? അവൾക്ക് ഒരു ഇഷ്ടക്കുറവ് ഉണ്ടാവില്ല, അവൾക്ക് അജയ് എന്ന് വെച്ച ജീവനാണ്. എങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് വിവാഹത്തിനുള്ള ഡേറ്റ് ഒക്കെ എടുക്കാം എന്ന് മുത്തശ്ശി പറയാണ്. ഭവാനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഭവാനി വേഗം റൂമിലേക്ക് പോകുന്നുണ്ട്. റൂമിലേക്ക് പോകുന്ന സമയത്ത് ഭവാനി ആലോചിക്കുകയാണ്. അങ്ങനെ ഞാൻ പ്ലാൻ ചെയ്ത പോലെ തന്നെ കാര്യങ്ങളൊക്കെ നടക്കാണ്. എന്റെ മോൾ തന്നെ ഈ വീട്ടിൽ മരുമകളായിട്ട് കയറി വരും. എന്നിട്ട് ഈ വീട്ടിന്റെ സ്വത്തുക്കളെല്ലാം എൻ്റെ മോളുടെ പേരിലും, അതിനുശേഷം ഈ വീടും അതുപോലെ സംഭവങ്ങളൊക്കെ എന്ത് ചെയ്യണമെന്ന് ഈ ഭവാനി തീരുമാനിക്കും. ഈ ഭവാനിയുടെ കാൽച്ചുവട്ടിലായിരിക്കും പിന്നെ എല്ലാവരും എന്നൊക്കെ പറഞ്ഞിട്ട് ഭവാനി അകത്തേക്ക് കയറി പോവാണ് മനസ്സിൽ വിചാരിച്ചിട്ടോ. പിന്നീട് കാണിക്കണം നമ്മുടെ ഭൂമിനെയാണ്. ഭൂമി ഇങ്ങനെ ചായക്കടയിലെടുത്ത് ചായ കൊടുക്കുന്നുണ്ട്. നമ്മുടെ സഹായിക്കാൻ അംബികയുണ്ട്, ലക്ഷ്മിയുണ്ട് കേട്ടോ. ആ സമയത്താണ് നമ്മുടെ അജയ് അവിടേക്ക് വരുന്നത്. അജയ് ഇങ്ങനെ മുറ്റത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോഴേക്കാണ് ആ ചായക്കടയുടെ പേര് ശ്രദ്ധിക്കുന്നത്. പോലീസ് സ്റ്റേഷൻ എന്നാണ് ആ ചായക്കടയുടെ പേര് കേട്ടോ. അത് കണ്ട് ദേഷ്യത്തിൽ അജയ് വേഗം തന്നെ വരുന്നുണ്ട്. അംബികയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഈ കട ആരുടെ പേരിലാ ലൈസൻസ്? എന്റെ മോളുടെ പേരിലാ. മോളെ ഭൂമി, ഇതേ സാറ് വിളിക്കുന്നു. എന്താ സാറേ എന്ന് ഭൂമി ചോദിക്കുമ്പോ, അതെന്താന്നറിയാവോ നിനക്ക്? അത് പോലീസ് സ്റ്റേഷൻ. അപ്പൊ ഇതെന്താ? അത് പോലീസ് സ്റ്റേഷൻ ആണെങ്കിൽ ഇത് പോലീസ് സ്റ്റേഷൻ ആണെങ്കിൽ പിന്നെ അതെന്താ ചന്തയോ? ഈ പേര് മാറ്റണം സാറേ. ഇത് ലൈസൻസ് ഉള്ള കടയാണ്, ഈ പേര് മാറ്റാൻ പറ്റില്ല. അല്ല ഈ കടയ്ക്ക് എന്തിനാ പോലീസ് സ്റ്റേഷൻ എന്ന് പേരിട്ടേക്കണ? അതും പോലീസ് സ്റ്റേഷൻ അല്ലേ, ആൾക്കാർക്ക് തെറ്റിദ്ധാരണ വരും. അതെന്താ സാറേ? ഇത് കണ്ട ചായക്കടയെന്ന് ആൾക്കാർക്ക് അറിയില്ലേ? ദേ ഞാനൊരു ഏര് വിട്ടേക്കണ കണ്ടില്ലേ പോലീസ് സ്റ്റേഷൻ പറഞ്ഞിട്ട്, അങ്ങോട്ടേക്കാണെന്ന്. എന്നാലും ഈ പേര് മാറ്റണം, അല്ലെങ്കിൽ ഈ ബോർഡ് മാറ്റണം. പറ്റില്ല സാറേ, ബോർഡ് മാറ്റാൻ പറ്റില്ല. മാറ്റാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അജയ് അകത്തേക്ക് പോവാണ്. എന്നിട്ട് 2 കോൺസ്റ്റബിൾമാർക്ക് പറഞ്ഞു വിടുന്നുണ്ട്. അവർ വന്നിട്ട് ഭൂമി എടുത്ത് പറഞ്ഞിട്ട്, ഭൂമി ഈ പോലീസ് സ്റ്റേഷൻ എന്നുള്ള ബോർഡ് ഒന്ന് മാറ്റാവോ? സാറേ എന്റെ ചായക്കടയുടെ പേര് പോലീസ് സ്റ്റേഷൻ എന്നാണ്, ഇത് മാറ്റാൻ സമ്മതിക്കില്ല.
എന്റെ ശവത്തി ചവിട്ടിട്ട് നിങ്ങൾക്ക് ഇത് മാറ്റാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല സ്റ്റാൻഡ് ആയിട്ട് നിൽക്കുന്ന ഭൂമിനെ കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് കേട്ടോ. നാളെ നമ്മുടെ ഭൂമിയുടെ സ്വന്തം അച്ഛനുണ്ടല്ലോ സത്യൻ, പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നുണ്ട്. ആ സമയത്ത് ഭൂമി നമ്മുടെ സത്യന്റെ കൈ പിടിച്ചിട്ട് ചായക്കടയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഭൂമി കയ്യിൽ പിടിക്കുമ്പോ തന്നെ നമ്മുടെ സത്യന് എന്തൊക്കെയോ ഒരു വല്ലാത്തൊരു സ്നേഹവും ഒരു വാത്സല്യമൊക്കെ തോന്നാണ് ഭൂമി എടുത്തിട്ടോ. ആ ഒരു ഭാഗത്തോടെ പ്രൊമോ തീർന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.